പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. v = dx ബൈ അതൊരു എക്സ്ട്രാ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a = v × dv/dx. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സലേഷൻ വെലോസിറ്റി ആക്സലേഷൻ അല്ലെങ്കിൽ എന്താ പറയുക വെലോസിറ്റി എക്സിൻ്റെ ടേംസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സലേഷൻ കണ്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാച്ചാൽ നമ്മുടെ കയ്യിൽ സ്ലോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ സ്ലോപ്പ് അല്ല ഗ്രാഫ് ഉദ്ദേശിച്ചത്. ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്താം, അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടെത്താം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, നമുക്ക് ആ ഒരു ഗ്രാഫിൻ്റെ ഇക്വേഷൻ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ y = mx + c എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാഫ് വന്നിട്ട് എന്താ കണ്ടെത്താൻ പറയുന്നത്, ഫൈൻഡ് ആക്സലേഷൻ = x = 10 seconds. നമുക്കൊരു കാര്യം അറിയാം, ആക്സലേഷൻ = v × dv/dx ആണ്. ദാറ്റ് മീൻസ് ആദ്യം dv/dx കണ്ടെത്താം. dv/dx ഈ 10 സെക്കൻഡ്സിലുള്ള സ്ലോപ്പ് dv/dx എന്നുള്ള സ്ലോപ്പ് തന്നെയല്ലേ സ്വാഭാവികമായിട്ടും. ദാറ്റ് മീൻസ് 20/10 ദാറ്റ് ഈസ് 2 ആണ്. ഇനി ആ പോയിൻ്റുള്ള വെലോസിറ്റി 10 സെക്കൻഡ്സുള്ള വെലോസിറ്റി 20 ആണ്. സോ 20 കിട്ടിക്കഴിഞ്ഞാൽ 40 ആക്സലേഷൻ കിട്ടി. ഡൺ. ഇനി എന്താണ് ഡ്രോ ആക്സലേഷൻ എക്സ് ഗ്രാഫ് എങ്ങനെ വരക്കാൻ പറ്റും ചിന്തിക്ക്. നമുക്കൊരു കാര്യം അറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v = നമുക്ക് ആദ്യം ഇവിടെ y = mx + c. അപ്പോൾ v = ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 × x എന്ന് പറഞ്ഞാൽ അത് x തന്നെ, റൈറ്റ്. v = ഇത്. ഇനി ഇതിനെ പിടിച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതാണ് എക്സലറേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ v × dv/dx ആണ്. ദാറ്റ് മീൻസ് ഇവിടെ v എന്ന് പറഞ്ഞാൽ 2x ആണ് ഇൻറ്റു dv/dx. അപ്പോൾ ഇവിടുന്ന് dv/dx ദാറ്റ് മീൻസ് 2, ദാറ്റ് മീൻസ് 4x. അപ്പോൾ x 10 സെക്കൻഡ്സിലുണ്ടെങ്കിൽ x 10 കൊടുക്കുക, ദാറ്റ് മീൻസ് 40 m/s². ആക്സലേഷൻ ഇവിടുന്നും കിട്ടും. അപ്പോൾ അതാണ് പരിപാടി. ആക്സലേഷൻ v × dv/dx അതങ്ങോട്ട് ഓർമ്മിക്കുക. ഇവിടെ നിന്ന് കണ്ടെത്താൻ ഫൈൻഡ് ആക്സലേഷൻ = 5 സെക്കൻഡ്സിലുള്ള ആക്സലേഷൻ കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ എന്താ ചിന്തിക്കേണ്ടേ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മുടെ y = mx + c എന്ന രീതിയിൽ ഉപയോഗിക്കാം. അപ്പം v² = mx. m എന്ന് പറയുന്നത് ഇവിടെ സ്ലോപ്പ്, ദാറ്റ് ഈസ് സ്വാഭാവികമായിട്ടും 2 ആണ്, 5 × x എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഈ കംപ്ലീറ്റ് സാധനത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടും എന്തിൻ്റെ ടേംസിൽ, എക്സിൻ്റെ ടേംസിൽ 2v × dv/dx ദാറ്റ് ഈസ് = 5 എന്ന് കിട്ടും. ഇവിടെ v × dv/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5/2 ആണ്. v × dv/dx എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ, ദാറ്റ് മീൻസ് ആക്സലേഷൻ = 2.5 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എന്താണ് ഇക്വേഷൻ വെച്ചിട്ട്. ഇനി വേറൊരു പരിപാടി, നമുക്ക് എന്താ അറിയുന്നത്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 5 ആണ്. സോ സ്ലോപ്പ് = tan θ ദാറ്റ് ഈസ് = d × ഇവിടെ വിയുടെ സ്ഥലത്ത് v², വൈയുടെ സ്ഥലത്ത് x. സോ സ്ലോപ്പ് 5 = 2 × v × dv/dx. അങ്ങനെ ഇവിടെ നമുക്ക് v × dv/dx ഒറ്റയാക്കാം, അതാണ് ആക്സലേഷൻ. അവിടെ നമുക്ക് 2.5 കിട്ടും. സോ ഒന്നെങ്കിൽ സ്ലോപ്പ് കണ്ടെത്താം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ ഗ്രാഫിൻ്റെ അതിൻ്റെ സംഭവം കണ്ടെത്താം. ഗ്രാഫിൻ്റെ y = mx + c അത് ചെയ്തിട്ട് അടുത്ത മോഷൻ ആൻഡ് ഗ്രാവിറ്റി. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി. എന്താ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? ആദ്യം മുകളിലോട്ടേക്ക് 100 m/s എറിയുന്നുണ്ട്. ഓരോ സെക്കൻഡിൽ 10 m/s വെച്ച് കുറയും, ബിക്കോസ് അതാണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെ നമ്മൾ 10 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ 0 വെലോസിറ്റി, റൈറ്റ്. ഓരോ സെക്കൻഡിൽ 10 വെച്ച് കുറയുമ്പോൾ 10 സെക്കൻഡ് ഇവിടെ 0 ആവും സ്വാഭാവികമായിട്ടും. അങ്ങനെ 0 ആവും, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സലേഷൻ. ഇനി ഇവിടുന്ന് അപ്പോൾ 10 സെക്കൻഡ് എടുത്ത് മുകളിൽ പോകാൻ, താഴെ പോകാൻ 10 സെക്കൻഡ്, ടോട്ടൽ 20 സെക്കൻഡ്. Hmax എങ്ങനെ കിട്ടാൻ? s = നമുക്ക് സമയം അറിയാം, ut + ½ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് വേറെ ഉപയോഗിക്കാം, v² = u². ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സലേഷൻ അറിയാം. അവിടെ നിന്ന് s ഉപയോഗിച്ചോളൂ. v² = u² + 2s ഉപയോഗിക്കാം. പിന്നെ ലൊക്കേഷൻ എടുത്താൽ നമുക്ക് s = ut + ½ ഉപയോഗിക്കാം, കാരണം ലൊക്കേഷൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഗ്രാഫ് വരക്കാം, വളരെ സിമ്പിളാണ്. എന്താണ്, പിന്നെ പാർട്ടിക്കിൾ വിൽ ഹിറ്റ് ഗ്രൗണ്ട് വിത്ത് വാട്ട് വെലോസിറ്റി. ഫൈൻഡ് വെൻ പാർട്ടിക്കിൾ വിൽ ഹിറ്റ് ഗ്രൗണ്ട്. അപ്പോൾ എപ്പോഴാണ് താഴോട്ടേക്ക് ഇവിടെ എത്താൻ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ, നമുക്ക് ഒരു കാര്യം അറിയാം, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം, സോ എസ് അറിയാം, ശരി. ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, അത് 0 ആണ്. ആക്സലേഷൻ അറിയാം. അപ്പോൾ ആകെ ടൈം അറിയുന്നത്. സോ s = ut + ½ ഉപയോഗിക്കാം. ഇവിടെ u ഒന്നുമില്ല, അപ്പോൾ എന്താ കിട്ടാൻ, 12 × 10 × t അറിഞ്ഞുകൂടാ, അത് കണ്ടെത്താൻ പറയുന്നത്. s അറിയാം 320. അപ്പോൾ ഇവിടെ നമുക്ക് t സുഖമായിട്ട് കിട്ടും. അവിടെ 2 വാല്യൂസ് കിട്ടും, ഒന്ന് നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക, കാരണം ടൈം പോസിറ്റീവാണ്, അല്ലാണ്ട് അതിന് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ടൈം കിട്ടും. ഇനി വിത്ത് വാട്ട് വെലോസിറ്റി ആ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, അത് 0 ആണ്. പ്ലസ് ആക്സലേഷൻ അറിയാം. ഇപ്പം താഴെ എത്താൻ സമയം നമുക്കിപ്പോൾ നമ്മൾ കണ്ടെത്തി 8 സെക്കൻഡ് ആണെങ്കിൽ 8 സെക്കൻഡ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും കിട്ടും, അത് ജസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ
എന്താണ് ടൈം കണ്ടെത്താണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടുകയെന്ന് വെച്ചാൽ അതിന് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ അത് നമുക്ക് അറിഞ്ഞൂടാ, യു സ്ക്വയർ അറിയാം, പ്ലസ് 2 ആക്സലേഷൻ അറിയാം, എസ് 320 അറിയാം. അവിടെ നമുക്ക് വി സ്ക്വയർ കണ്ടെത്തിക്കൂടെ? അങ്ങനെ കണ്ടെത്താം, വളരെ സിമ്പിൾ. ഇനി ഒരു സാധനത്തിന് ഞാൻ താഴോട്ട് കയറിയാണ് 60 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്രാവശ്യം ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ടെന്നുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്, സെയിം തന്നെയല്ലേ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടവർ ഉണ്ട്, ആ ടവറിൻ്റെ മുകളിൽ ഞാൻ ഒരു ബോളിനെ മുകളിലോട്ടേക്ക് അങ്ങോട്ട് എറിയാണ്. അപ്പോൾ നമ്മളിവിടെ സൈൻ കൺവെൻഷൻ കാര്യം ശ്രദ്ധിക്കണം. സൈൻ കൺവെൻഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ബോൾ എങ്ങോട്ടേക്കാണോ പോകുന്നത് ആ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവും അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാകും. ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാകും. അങ്ങനെ ആകുമ്പോൾ ബോൾ മുകളിലോട്ടേക്കാണ് പോകുന്നത്, മുകളിലോട്ടേക്ക് പോസിറ്റീവ്, താഴോട്ടേക്ക് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ആക്സലേഷൻ -10 ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കാം. ശരി, നമ്മളോട് അടുത്താണ് എപ്പോഴാണ് പാർട്ടിക്കിൾ താഴെ എത്താൻ എന്ന് വെച്ചാൽ ഏത് ടൈമിലാണ് പാർട്ടിക്കിൾ താഴെ എത്താൻ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് അറിയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമോ? ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം. ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ അറിയുന്നത്? 320 ആണ്. അത് എവിടത്തേക്കാണ്? നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ്റെ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പൊസിഷൻ വെക്ടർ ഫ്രം ഇങ്ങനെ ഉണ്ടാവുക, ഫൈനൽ പൊസിഷൻ്റെ അങ്ങനെ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടേക്കാണ്, മുകളിലോട്ടേക്കാണ് നമ്മൾ പോസിറ്റീവ് എടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആണ്. സോ -320 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ അതാണ്. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, അത് 60, മുകളിലോട്ടേക്ക് ടി അറിഞ്ഞുകൂടാ, മൈനസ് ബിക്കോസ് എന്താ ആക്സലേഷൻ നെഗറ്റീവാണ്. ഹാഫ് ആക്സലേഷൻ അറിയാമോ? അറിയാം. ടൈം അറിയാമോ? ടൈം അറിഞ്ഞുകൂടാ, സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് കിട്ടും. അങ്ങനെ ടൈമിൻ്റെ വാല്യൂസ് കിട്ടും, ഒറ്റ വാല്യൂ കിട്ടുള്ളൂ, അത് 100 എത്ര സെക്കൻഡ്സ്, അത് പോട്ടെ. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അവിടെ നിന്ന് ടൈം സുഖമായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ എന്താ വേണ്ടത് നമുക്ക്? പിന്നെ ഫൈനൽ വെലോസിറ്റി ചോദിക്കുന്നുണ്ട്. ഫൈനൽ വെലോസിറ്റി കിട്ടാനുള്ളൊരു ഐഡിയ ഉണ്ട്. ഞാൻ ആദ്യത്തെ ഐഡിയ പറയുന്നതിന് മുമ്പേ ആദ്യത്തെ ഐഡിയ നമുക്ക് ടൈം അറിയാം, അതേപോലെ V = U+8 ഉപയോഗിച്ചതിന് ഫൈനൽ വെലോസിറ്റി കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇത് മുകളിലോട്ടേക്ക് പോകാൻ, മുകളിലോട്ടേക്ക് എത്ര സെക്കൻഡിലാണ് മുകളിലോട്ടേക്ക് എത്താൻ എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ടാവും അല്ലേ. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എത്രയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ ടോട്ടൽ ടൈം എത്ര നോക്കട്ടെ. ടോട്ടൽ ടൈം എന്തോ ആയിക്കോട്ടെ, അത് ആ ടോട്ടൽ ടൈം എന്ന് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ടേക്ക് എത്താൻ ടൈം അത് എത്ര ആയിരിക്കും? 6 സെക്കൻഡ്സ്. കാരണം ഓരോ സെക്കൻഡ് 10 വെച്ച് കുറയും. ഇപ്പോൾ ഇവിടെ 0 വെലോസിറ്റിയാണ്, അപ്പം 6 സെക്കൻഡ്സ് എടുക്കും. പിന്നെ താഴോട്ടേക്കുള്ള ബാക്കി സമയം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ടോട്ടൽ ടൈം കിട്ടിയാണല്ലോ. അപ്പോൾ ഓരോ സെക്കൻഡ് 10 വെച്ച് കൂടുന്നുണ്ടെങ്കിൽ എത്രയോ സെക്കൻഡ്സ് ഉണ്ടാവും താഴോട്ടേക്ക് പോകുന്ന, ആ സെക്കൻഡ് 10 വെച്ച് കൂടും. ദാറ്റ്സ് ഇറ്റ്. ഈ ക്വസ്റ്റ്യൻ വെൻ വിൽ പാർട്ടിക്കിൾ വിത്ത് ഹിറ്റ്, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. പിന്നെ എന്ത് സാധനത്തിൻ്റെ ആവറേജ് എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ AdT ഇൻ്റഗ്രൽ ചെയ്തിട്ട് DT ചെയ്യുക, അങ്ങനെ നമുക്ക് ആവറേജ് കിട്ടും വളരെ സിമ്പിളായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ അറിയാം. മുകളിലോട്ടേക്ക് 8 സെക്കൻഡ് എടുക്കും, ഓരോ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് പറയുമ്പോൾ 8 സെക്കൻഡ് എടുക്കും. താഴോട്ട് വീഴാനും 8 സെക്കൻഡ്, സോ 16 സെക്കൻഡ്. വെലോസിറ്റി ആയിട്ട് ഈ വളരെ സിമ്പിളാണ് അല്ലേ, ഓരോന്നും ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്തിട്ടാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഒരു അഡ്വാൻസ് ലെവലിലാണ് സാർ പറയുന്നത്. അപ്പോൾ ഒരു എന്താണ് ഫിഷിംഗ് ബോട്ട് ഉണ്ട്. അപ്പോൾ ബോട്ട് ഇവിടെയാണ് വിചാരിച്ചു. ഓക്കെ, ഫിഷിംഗ് ബോട്ട് ഉണ്ട്, അവിടെ ആങ്കർ ചെയ്തിട്ടുണ്ട്. എത്ര? 9 കിലോമീറ്റർ. സോ ഇത് 9 കിലോമീറ്റർ ആയിക്കോട്ടെ. അതേപോലെ ഇത് കര കേട്ടോ, കര. പിന്നെ ഒരു ക്യാമ്പ് ഉണ്ട്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ കരയിൽ നിന്ന് 15 മീറ്റർ അകലെയാണ് ഉള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മനുഷ്യനെ ഒരു മെസ്സഞ്ചറിനെ നമുക്ക് അയക്കണം, ഈ പറഞ്ഞ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് എവിടത്തേക്ക്? ക്യാമ്പിലേക്ക് അയക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിൽ തന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ പോയി എന്നിട്ട് ഇങ്ങോട്ട് ചെയ്തത്. ഓക്കെ, അതാണ് ചെയ്തത്. നമ്മൾ കണ്ടെത്താമെന്ന് വെച്ചാൽ ടൈമും അതേപോലെ എക്സും തമ്മിലുള്ള ഒരു റിലേഷൻ അത് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടെത്താം. നമ്മൾ ചിന്തിക്ക്, ഈ ചങ്ങാതി ടോട്ടൽ എടുക്കുന്ന ടൈം എത്ര? ഇപ്പോൾ ടൈം, ദാറ്റ് ഗൈസ് ടൈം, ഹൗ മച്ച് ഇറ്റ് ഈസ്. നമ്മളിവിടെ എക്സ് എന്ന് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്, എക്സ് എന്നുള്ള കാര്യം. അപ്പം ആദ്യം ഇവിടത്തേക്ക് ടൈം, അതെന്ന് പറഞ്ഞാൽ AD എന്നുള്ള സ്ഥലത്തോട്ടേക്ക് പോകുന്ന ടൈം. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾ വെള്ളത്തിലൂടെ എത്ര സ്പീഡ് പോകും? വെള്ളത്തിലൂടെ 4 കിലോമീറ്റർ പെർ ഹവറിലും പിന്നെ അതേപോലെ കരയിൽ 5 കിലോമീറ്റർ ഹവറിലും സ്പീഡിൽ പോകും. ദാറ്റ് മീൻസ് ഇവിടെ 4 കിലോമീറ്റർ പെർ ഹവറും ഇവിടെ 5 കിലോമീറ്റർ പെർ ഹവറുമാണ്. അപ്പം ഇവിടെ ഈ ഡിസ്റ്റൻസ് അത് എത്രയാണ്? x² + 9, റൈറ്റ്. നമുക്കൊരു കാര്യം അറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ്, ഞാനിപ്പോൾ ഇനി ടൈം കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പം ടൈം AD പ്ലസ് ടൈം ടേക്കൺ ടു DC, അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ആവുമല്ലോ. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(=
9² പ്ലസ് x² ഹോൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എത്ര സ്പീഡിലാണ്? 4. ഓക്കെ, പ്ലസ് നമുക്ക് എന്താ ചെയ്യാം, പിന്നെന്താ ഉള്ളത്, അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 15. ഇത് എക്സ് ആണെങ്കിൽ 15 മൈനസ് എക്സ് അല്ലേ, സ്വാഭാവികമായിട്ടും 15 മൈനസ് എക്സ്. അത് എത്ര സമയം, എത്ര കിലോമീറ്റർ പെർ ഹവറിൽ? 5 കിലോമീറ്റർ പെർ ഹവറിൽ പോകും. ഇത് ടൈമും ഇത് തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് പോയിന്റ് ഓൺ ദി ഷോർ മസ്റ്റ് ഈ ലാൻഡ് ഇൻ ഓർഡർ. അപ്പോൾ ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലാണ് മൂപ്പർ അവിടെ എത്തേണ്ടത്, സോ ദാറ്റ് അയാൾക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ എവിടെ എത്താൻ പറ്റും, ഈ പറഞ്ഞ ക്യാമ്പിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ, ഇത് സംഭവിച്ചാൽ ഈ ഇക്വേഷനെ മിനിമൈസ് ചെയ്യാനാണ് പറയുന്നത്. ആ ടൈം എത്രയും സ്മോളസ്റ്റ് ടൈമാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ആ സ്മോളസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന എക്സ് ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ മിനിമൈസ് ചെയ്യുക. നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഈ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ഏത് എക്സ് ആണോ 0, ദാറ്റ് മീൻസ് അത് ആ ക്രിട്ടിക്കൽ പോയിന്റ്, ആ എക്സ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ആ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡബിൾ ഡിഫറൻസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇത് നെഗറ്റീവാണ് വരുന്നത്, എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെഗറ്റീവാണ് വരുന്നത്, അന്നേരം അതായിരിക്കും മാക്സിമം. അത് പോസിറ്റീവാണ് വരുന്നത്, അതായിരിക്കും മിനിമം പോയിന്റ് ടി. എന്നിട്ട് അവിടെ ആ എക്സ് നമ്മൾ ടി കൊടുത്തതിന് സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സാറിന് ഒപ്റ്റിക്സ് വെച്ചിട്ട് ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെസ്സഞ്ചർ അയാൾ ഇങ്ങനെ ഇവിടെ എത്തണം അല്ലേ. നമ്മുടെ ഇപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ടൈം ആയിരിക്കും എന്താണ് എത്താൻ പറയുന്നത്. അയാൾ ഏറ്റവും ഫാസ്റ്റിൽ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ, ഏറ്റവും ഫാസ്റ്റിൽ ഈ പറഞ്ഞ സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷോറൊന്നും ഇയാൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളെന്തിനും ഇങ്ങനെ പോകുന്നത്, ഏറ്റവും ഫാസ്റ്റിൽ എത്തണേ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് പോയാൽ പോരെയെന്ന്. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫുള്ള് വെള്ളത്തിലൂടെ പോയി കഴിഞ്ഞാൽ അയാൾ ടോട്ടൽ 4 മീറ്റർ പെർ സെക്കൻഡിലേ പോകത്തുള്ളൂ. ഓക്കെ, പക്ഷേ എന്ന് വെച്ചിട്ട് ഇയാൾക്ക് കരയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, കംപ്ലീറ്റ് കരയിൽ പോയിട്ടുണ്ട്, അപ്പോൾ സ്പീഡ് കൂടുതൽ കരയിലാണെങ്കിൽ പോലും കംപ്ലീറ്റ് കരയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര സമയം എടുക്കും? 5 മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്, പക്ഷേ സ്പീഡ് ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്, പക്ഷേ സ്പീഡ് കുറവാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെയാണെങ്കിലോ ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷേ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ രണ്ടും കൂട്ടിയിട്ട് രണ്ടിൻ്റെ മിക്സ്ചറായിട്ട് വേണം അല്ലേ. കുറച്ച് ഡിസ്റ്റൻസ് കുറക്കണം, എന്നാൽ കുറച്ച് സ്പീഡും കൂടി കുറക്കണം എന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ലൈറ്റ് എങ്ങനെയാണ് പോകുക. ലൈറ്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്, ഏറ്റവും സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെല്ലായിരിക്കും പോകാൻ. ദാറ്റ് മീൻസ് ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്, ലൈറ്റ് പ്രോബ്ലി ഇങ്ങനെ പോയി അതേപോലെ ഇവിടുന്ന് ഗ്രേസ് ചെയ്തിട്ടായിരിക്കും പോകാൻ ഏറ്റവും അടുത്ത് ഇങ്ങനെയല്ലേ. അപ്പോൾ ലൈറ്റിനെ പറ്റി ചിന്തിക്കുക, ലൈറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. അപ്പോൾ ഇതൊരു മീഡിയം, ദാറ്റ് ഈസ് വാട്ടർ മീഡിയം, പിന്നെ ഇത് കര മീഡിയം, ദാറ്റ്സ് ലാൻഡ് മീഡിയം. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു 90 ഡിഗ്രി പോകും. നോക്കി ഗ്രേസിങ് ഇൻസിഡൻസിൻ്റെ കേസല്ല, ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 90. സോ ഇവിടെ നിന്ന് വരുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ദാറ്റ് ആംഗിൾ ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ അറിഞ്ഞൂടെ, 53 ഇപ്പോൾ എങ്ങനെ വന്നതെന്ന് കാണിച്ചു തരാം. ആംഗിൾ അറിഞ്ഞൂടെ, അപ്പോൾ നമ്മൾ പറയും μ1, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ഇൻറ്റു ആംഗിൾ അറിഞ്ഞൂടാ തീറ്റ, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, ഇസ് ഈക്വൽ ടു μ2 ഇൻറ്റു 90 ഡിഗ്രി, റൈറ്റ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90, ദാറ്റ് ഈസ് സൈൻ μ1 എന്നല്ല എഴുതേണ്ടത്, സോറി, ആംഗിൾ തീറ്റ എന്നല്ല എഴുതേണ്ടത്, സൈൻ തീറ്റ സി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 90, സൈൻ 90 ദാറ്റ് ഈസ് 1. ഇനി സൈൻ തീറ്റ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് μ2 ബൈ μ1. μ2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദാറ്റ് മീഡിയം, സോറി, സി ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ദാറ്റ് മീഡിയം, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ V1 ബൈ V2 ആണ്. രണ്ടും ചെയ്ത് നോക്ക്, ഈ ഒരു സംഭവം ചെയ്താൽ കിട്ടും V1 ബൈ V2. V1 ബൈ V2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4, 5. സോ 4/5 സൈൻ തീറ്റ. അപ്പോൾ വരുന്ന ആംഗിൾ 53 ഡിഗ്രി. സോ 53 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് പറയാം. സോ 90 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ 37 ഡിഗ്രി ഈ ആംഗിൾ എന്ന് അറിയാം. നമുക്ക് ഈ സൈഡ് അറിയാം, ഈ സൈഡ് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ എന്തെടുക്കും? tan 37 എടുക്കും. tan 37 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കാം. ഇത് 37ൻ്റെ ഓപ്പോസിറ്റ് 4 ആണോ, അല്ല 3, പിന്നെ 5. സോ 3/5 ഇസ് ഈക്വൽ ടു നമുക്ക് അറിയാൻ പറ്റും 9/x. അവിടെ നമുക്ക് x കണ്ടെത്താൻ പറ്റും. എത്രയാണ്? 27/45/3 അങ്ങനെ ആയിട്ട് കണ്ടെത്താം. സോറി, എന്തോ കണക്ക് പറ്റിയല്ലേ. എന്തായാലും എക്സ് കണ്ടെത്തുന്ന മെത്തേഡ് മനസ്സിലായില്ലേ? 12 ആണെങ്കിൽ 12. ഇനി നമുക്ക് കുറച്ച് ഇൻറ്റഗ്രേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. അപ്പോൾ നോക്കി ബോഡി മൂവ്സ് സ്പീഡ് ഈ പറഞ്ഞ സാധനം ആക്സലേഷൻ തന്നിട്ടുണ്ട്. നമുക്കൊരു ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ v × dv/dx ആണെന്നുള്ള കാര്യം അറിയാം. ദാറ്റ് ഈസ് -2.5√v. എന്തുകൊണ്ട് നടത്താൻ പറയുന്നത്? വേറെ ദ ടൈം ടേക്കൺ ഫോർ ദ ഒബ്ജക്റ്റ് ടു കം ടു റെസ്റ്റ് വുഡ് ബി. ഓക്കെ, ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് എത്തണം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 6.2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രീതിയിൽ ഇപ്പോൾ v dv/√v അവിടെ കട്ടെ. അപ്പോൾ ഇവിടെ കണ്ടെത്താൻ പറയുന്നത് ടൈം വേണം, അതേപോലെ എന്ത് വേണം? വെലോസിറ്റി വേണം. അപ്പോൾ ടൈമും വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആക്സലേഷൻ dv/dt എടുക്കാം. ദാറ്റ് ഈസ് ബെറ്റർ. സോ -2.5/√v.
അങ്ങനെ ആകുമ്പോൾ ഡി വി ഡിവൈഡഡ് ബൈ റൂട്ട് വി ദാറ്റ് ഈസ് ഈക്വൽ ടു -2.5 ഡി ടി. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 6.25. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യൽ ടൈം ദാറ്റ് ഈസ് 0. ഫൈനൽ ടൈം അതാണ് കണ്ടെത്താൻ പറയുന്നത്. ഇവിടുന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സുഖമായിട്ട് ഫൈനൽ ടൈം കണ്ടെത്തിക്കൂടെ? റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലോ, അടുത്ത ക്വസ്റ്റ്യനും സിമിലർ തന്നെയാണ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിയുടെ ചേഞ്ച് കണ്ടെത്തുക. അതാണ് നമ്മുടെ ആക്സലറേഷൻ. അല്ല, വെലോസിറ്റിയുടെ ചേഞ്ച് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അതാണ് ആവറേജ് ആക്സലറേഷൻ. വളരെ സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തിൻ്റെ ആവറേജ് ആണെങ്കിൽ നമുക്ക് എ ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ ആവറേജ് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ആക്സലറേഷൻ്റെ ഒരു റെസ്പെക്റ്റിലൊരു സാധനം കിട്ടാൻ. അപ്പോൾ ഇതിനെ രണ്ട് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആക്സലറേഷൻ്റെ റെസ്പെക്റ്റിലൊരു ഫംഗ്ഷൻ കിട്ടും. അതിൻ്റെ ഡി ടി കൊണ്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ഹോൾ ഡിവൈഡ് ബൈ ടി ടി നമുക്ക് ഡയറക്റ്റ് ആവറേജ് ആക്സലറേഷൻ കിട്ടും. അല്ലാണ്ട് നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടെത്തിയിട്ട് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. അത് ബെറ്റർ. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ, സോ ഇവിടെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടെത്താൻ പറയുന്നത്? ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദി പാർട്ടിക്കിൾ സ്റ്റോപ്സ് ഈസ്. അപ്പോൾ ആക്സലറേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. കാരണം ഇവിടെ ഡിസ്റ്റൻസിനെ പറ്റിയൊക്കെ അതുകൊണ്ട് നമ്മൾ ആക്സലറേഷൻ ഡി വി ബൈ ഡി ടി എന്ന് എഴുതിനേക്കാളും ലാഭം ഇത് എഴുതുന്നതാണ്. അല്ല, മറ്റവനെ കൊണ്ട് എഴുതി നടക്കൂല തന്നെ. അപ്പോൾ വി ഡി വി ഇസ് ഇക്വൽ ടു -α x സ്ക്വയർ. റൈറ്റ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് വി നോട്ട്. ഫൈനൽ വെലോസിറ്റി അവർ പറയുന്നുണ്ട് ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദി പാർട്ടിക്കിൾ സ്റ്റോപ്സ്. ഓക്കെ, ദാറ്റ് ഈസ് 0. ഇവിടെ ഡിസ്റ്റൻസ് ഇനീഷ്യൽ 0, പിന്നെ ലാസ്റ്റ് ഡിസ്റ്റൻസ് അതറിയില്ല, അതാണ് കണ്ടെത്താൻ പറയുന്നത്. ഇവിടെ നിന്ന് എനിക്ക് കണ്ടെത്തിക്കൂടെ? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കണ്ടെത്താം. വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാ ഇവിടെ നിന്ന് സ്പീഡ് നേരത്തെ 0 ആയിട്ട് ഇവിടെ 2v0 ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യനിൽ. വേറെ വ്യത്യാസമൊന്നുമില്ല. വളരെ സിമ്പിൾ. സോ ഇനി ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്.